പ്രിയങ്കലെ യൂറോപ്യൻ രാജ്യങ്ങളിലും ഓസ്ട്രേലിയയിലും കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭം പടരുകയാണ്. ഇതര മതവിദ്വേഷം, തീവ്ര ദേശീയത എന്നിവയാണ് കുടിയേറ്റ വിരുദ്ധതയ്ക്ക് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. എന്താണ് ഇപ്പോൾ ഇങ്ങനെ യൂറോപ്പിലും അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലും ഉണ്ടാകുന്ന കുടിയേറ്റ പ്രക്ഷോഭങ്ങൾക്ക് കാരണം? ഇതുണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്ട് എത്രത്തോളമായിരിക്കും? തുഫയിലെ പല കാരണങ്ങൾ കൊണ്ടാണ് ഈ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭം അല്ലെങ്കിൽ ആ വികാരം ഉണ്ടാകാനുള്ള കാരണം. പ്രധാനമായിട്ട് വംശീയ വെറി അത് തന്നെയാണ്. അതായത് ഞങ്ങൾ നിങ്ങൾ എന്ന വേർതിരിവ് പല രാജ്യങ്ങളിലും ഉണ്ടാകുന്നു. ഈ കുടിയേറ്റക്കാർ എന്ന് പറയുന്നത് രണ്ട് രീതിയിലുള്ള കുടിയേറ്റക്കാർ. ഒന്ന്, തൊഴിൽ തേടി ഒരു രാജ്യത്തേക്ക് പോകുന്നു. രണ്ട്, അഭയാർത്ഥികളായിട്ട് വരുന്നവർ. ഇപ്പൊ രണ്ടും രണ്ട് കാറ്റഗറിയിൽ. ഒന്ന്, അസൈലം സീക്കേഴ്സ്, അഭയാർത്ഥികൾ ഏതെങ്കിലും ഒരു രാജ്യത്ത് അവിടെ ആഭ്യന്തര കലാപമോ സംഘർഷമോ യുദ്ധമോ അതിന്റെ കെടുതികൾ നേരിടുക, അല്ലെങ്കിൽ കൊടിയ ദാരിദ്ര്യം, പട്ടിണി, അപ്പൊ അതിൽ നിന്നൊക്കെ മോചനം തേടി ഒരു കുറച്ചുകൂടി മെച്ചപ്പെട്ട ജീവിത സാഹചര്യം തേടി ഏതെങ്കിലും രാജ്യത്തിന്റെ സഹായം അഭ്യർത്ഥിച്ച് അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിടക്കാനൊരിടം തരണമെന്ന അഭ്യർത്ഥനയുമായി വന്നു കൂടുന്നവരെയാണ് നമ്മൾ അഭയാർത്ഥികൾ എന്ന് വിളിക്കുക. എന്നാൽ മൈഗ്രൻസ്, കുടിയേറ്റക്കാർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ പ്രതീക്ഷിച്ച് ജോലിയോ വിദ്യാഭ്യാസമോ ഒക്കെ പ്രതീക്ഷിച്ച് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു രാജ്യത്തിലേക്ക് കടന്നുകൂടുന്നവരെയാണ് കുടിയേറ്റക്കാരെ എന്ന് വിശേഷിപ്പിക്കുക. പക്ഷെ ഇപ്പോ മൊത്തത്തിൽ കണ്ടുവരുന്ന ഒരു പ്രവണത യൂറോപ്യൻ രാജ്യങ്ങളിലും പിന്നെ ചില വികസിത രാജ്യങ്ങളിലും ഓസ്ട്രേലിയയിലടക്കം ഈ കുടിയേറ്റക്കാർക്കെതിരെ, അതിപ്പോ അഭയാർത്ഥികളാണെങ്കിൽ ശരി കുടിയേറ്റക്കാർക്കാണെങ്കിൽ ശരി, അവർക്കെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കും. അത് വലിയ രീതിയിൽ പുരോഗമിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അപ്പൊ ഇതിന്റെ അളവ്, തീവ്രത കൂടിയത് 2008 ശേഷമാണ്. കാര്യം അന്നാണ് ആഗോള സാമ്പത്തിക മാന്ദ്യം ഉണ്ടായത്. അപ്പൊ അതിനുശേഷമാണ് ഈ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ യൂറോപ്പിലും അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലും ഒക്കെ ശക്തമായത്. കാരണം ഈ സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോ തദ്ദേശീയരായ പലരുടെയും തൊഴിൽ സുരക്ഷയെ ബാധിക്കാൻ തുടങ്ങി. അപ്പോൾ തങ്ങളുടെ തൊഴിലും തങ്ങളുടെ വരുമാനവും ഒക്കെ ഇവിടെ കടന്നുകൂടുന്നവർ കവർന്നെടുക്കുന്നു എന്നുള്ള ചിന്ത, അതൊന്ന്. പിന്നെ സോഷ്യൽ മീഡിയയുടെ വലിയ രീതിയിലുള്ള പ്രഭാവം, സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ പ്രചരണത്തിൽ വന്നതോടുകൂടി വിദ്വേഷ പ്രചരണം, അതിപ്പോ മത അടിസ്ഥാനത്തിലുള്ള വംശീയ അടിസ്ഥാനത്തിലുള്ള ഇതിന്റെയൊക്കെ ആധികാരികത ആർക്കും സ്ഥിരീകരിക്കാൻ പറ്റുന്നില്ല. അപ്പോ ചില വ്യാജ പ്രചാരണങ്ങൾ പോലും വലിയ രീതിയിലുള്ള കുടിയേറ്റ പ്രക്ഷോഭങ്ങൾക്ക് വഴി തെളിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ സമീപകാലത്ത് നടന്ന ഏറ്റവും വലിയ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭം നടന്നത് UK-യിലാണ്, ബ്രിട്ടനിൽ. കഴിഞ്ഞ സെപ്റ്റംബറിൽ അവിടെ നടന്ന കുടിയേറ്റ പ്രക്ഷോഭം, അതിനെ നയിച്ചത് ഈ ടോമി റോബിൻസൺ എന്ന് പറയുന്ന തീവ്ര വലതുപക്ഷ നേതാവാണ്. അപ്പൊ അയാള് ഇതേപോലെ സെൻഡ് ദെം ഹോം എന്ന രീതിയിൽ ഒരു മുദ്രാവാക്യം വിളിയുമായിട്ടാണ് വന്നത്. ഇവരെ അവരവർ വീട്ടിലേക്ക് പറഞ്ഞുവിടും. ഈ മുദ്രാവാക്യം ഇപ്പോൾ ലോകവ്യാപകമായി പല കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെയും മുദ്രാവാക്യമായിട്ട് മാറുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ. സെൻഡ് ദെം ഹോം, ഇതാണ് മുദ്രാവാക്യം. അപ്പോ ഈ UK-യിൽ നടന്ന ഈ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭത്തിൽ ഏതാണ്ട് 1.5 ലക്ഷത്തോളം പേർ പങ്കെടുത്തു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ സോഷ്യൽ മീഡിയ വളരെ വലിയൊരു പങ്ക് ഇതിൽ വഹിക്കുന്നുണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയ പ്രചരണം, അത് പലരും അതിൽ ബോധവൽക്കരണ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും വലിയ രീതിയിൽ വ്യാജ പ്രചാരണങ്ങളാണ് വാസ്തവത്തിൽ നടക്കുന്നത്. ഇപ്പോ എക്സ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം, പഴയ ട്വിറ്റർ, അത് ഇതിന്റെ പ്രധാന വേദിയാണ്. പക്ഷെ അതിന്റെ ഉടമസ്ഥനായ എലോൺ മസ്ക് ഒരു കടുത്ത വലതുപക്ഷ ചിന്താഗതിക്കാരനാണ്. അദ്ദേഹം ഇത്തരത്തിലുള്ള കുടിയേറ്റ വിരുദ്ധ മനോഭാവം വെച്ച് പുലർത്തുന്ന ആളാണ്. അദ്ദേഹം ഈ പറയുന്ന ബ്രിട്ടനിൽ നടന്ന കുടിയേറ്റ വിരുദ്ധ റാലിയെ അഭിസംബോധന സംസാരിച്ച ആൾ കൂടിയാണ്. അപ്പൊ ഇതൊക്കെ വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇത് ചില രാജ്യങ്ങളിൽ ഇത് കുടിയേറ്റ വിരുദ്ധത എന്നതിനപ്പുറം മുസ്ലിം വിരുദ്ധതയായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. അപ്പോ ഈ മുസ്ലിം മതവിശ്വാസികളായിട്ടുള്ളവരുടെ വേഷധാരണം, അവരുടെ രൂപം, ഇതെല്ലാം വലിയ രീതിയിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോ പുറത്തു വന്നിരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഏതാണ്ട് 20ഓളം രാജ്യങ്ങളില് ഈ മുസ്ലിം വേഷവിധാനമായ ബുർഖ, അതിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ തുടക്കമിട്ടത് ഫ്രാൻസ് ആണ്. 2011 ഫ്രാൻസില് അത് നിരോധനം വന്നു. ഏറ്റവും ഒടുവിൽ അത് നിരോധിച്ചത് സ്വിറ്റ്സർലാൻഡാണ്. പിന്നെ ബെൽജിയം, ഓസ്ട്രിയ, ഡെൻമാർക്ക് തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം തന്നെ ഈ ബുർഖ, അതായത് പൊതു ഇടങ്ങളിൽ ആളുകളെ ഐഡന്റിറ്റി മനസ്സിലാകാത്ത തരത്തിലുള്ള വസ്ത്രധാരണം പാടില്ല എന്നുള്ളതാണ് നിരോധനം. അതേപോലെ തന്നെ ഈ മുസ്ലിം വിശ്വാസ പ്രകാരം ഈ അവരുടെ പുണ്യമാസങ്ങളിൽ ഈ സമൂഹ നമസ്കാരം അടക്കമുള്ള കാര്യങ്ങൾ ചില പൊതു ഇടങ്ങളിലൊക്കെ ചില രാജ്യങ്ങളിൽ നടക്കാറുണ്ട്. അതിന് പോലും ഇപ്പോ വലിയ നിയന്ത്രണം വരികയാണ്. ഈ പൊതുവേദികളിൽ അല്ലെങ്കിൽ പൊതു ഇടങ്ങളിൽ ഇത്തരം ആരാധനാക്രമങ്ങൾ പാടില്ല എന്ന തരത്തിൽ നിയന്ത്രണങ്ങൾ വരുന്നു. ഇനി ഈ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭം, അല്ലെങ്കിൽ ഇപ്പോൾ അതിനെ മുസ്ലിം വിരുദ്ധ പ്രക്ഷോഭമായിട്ട് നമുക്ക് കരുതാം.
അത് ഉണ്ടാകാനുള്ള പ്രധാന സംഗതികൾ സമീപകാലത്ത് നടന്ന പല യുദ്ധങ്ങളും കെടുതികളും ഒക്കെ ഇതിന്റെ ഒരു ഫലമാണ്. പ്രത്യേകിച്ചും സിറിയ, പലസ്തീൻ, അതേപോലെയുള്ള പിന്നെ യമൻ അടക്കമുള്ള ചില രാജ്യങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള ആഭ്യന്തര സംഘർഷങ്ങൾ. അപ്പോൾ ഇതിന്റെ ഫലമായിട്ട് അതേപോലെ മ്യാൻമാറിലെ റോഹിംഗ്യൻ അഭയാർത്ഥികൾ. അപ്പൊ ഇത്തരം സംഘർഷങ്ങളുടെ ഫലമായിട്ട് പലായനം ചെയ്തു വരുന്നവരിലേറെയും മുസ്ലിം മതവിശ്വാസികളാണ്. അപ്പോ അഭയാർത്ഥികളായിട്ട് വരുന്നവരിലേറെയും ഈ മുസ്ലിങ്ങളാണ്. ഇവർ പിന്നെ ഈ അഭയാർത്ഥി ക്യാമ്പുകൾ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ പല രാജ്യത്തും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇപ്പോ സമീപകാലത്ത് അമേരിക്കയിൽ ഉണ്ടായ വാഷിംഗ്ടൺ DC ഉണ്ടായ വെടിവെപ്പ്, അത് അഫ്ഗാൻകാരനായ ഒരാൾ അമേരിക്കയിൽ അഭയാർത്ഥിയായിട്ട് വന്ന ഒരാളാണ് ആ വെടിവെപ്പ് നടത്തിയത്. ഇതേപോലെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയയിൽ നടന്ന ബോണ്ടി കടപ്പുറത്ത് നടന്ന വെടിവെപ്പ്, അത് ഇന്ത്യയിൽ നിന്ന് പോയ ഒരാളാണ് ഓസ്ട്രേലിയയിൽ, അതും അച്ഛനും മകനും ചേർന്നാണ് വെടിവെപ്പ് നടത്തിയത്. 15ഓളം പേർ കൊല്ലപ്പെട്ടു. അവരും മുസ്ലിം മതവിശ്വാസികളാണ്. അപ്പൊ ഇതെല്ലാം കൂടി ചേർത്ത് ഇപ്പൊ ഓസ്ട്രേലിയയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മുസ്ലിം വിരുദ്ധ പ്രക്ഷോഭമായിട്ട് അത് പരിവർത്തനപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതിനെല്ലാം തന്നെ പിന്തുണ കൊടുക്കുന്നത് തീവ്ര ദേശീയ നിലപാടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, തീവ്ര വലതുപക്ഷ നിലപാടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ. ഇപ്പോ ഈ തീവ്ര വലതുപക്ഷ നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം ചിന്താഗതി വെച്ചു പുലർത്തുന്ന പലരും ഇപ്പോ ലോകരാജ്യങ്ങളുടെ നേതാക്കന്മാരാണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ അമേരിക്കയിലെ പ്രസിഡന്റ് ട്രംപ്, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഇവരൊക്കെ തീവ്ര വലതുപക്ഷ ചിന്താഗതിയുള്ളവരാണ്. അപ്പൊ ഇതൊക്കെ ഇവരുടെ ചിന്താഗതിയെല്ലാം വാസ്തവത്തിൽ ന്യൂനപക്ഷ വിരുദ്ധമാണ് അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധമാണ് എന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നു. അല്ലെങ്കിൽ അവർ പ്രത്യക്ഷമായോ പരോക്ഷമായോ അത്തരം ചിന്താഗതികൾക്ക് പിന്തുണ നൽകുന്നു എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു. അപ്പൊ ഇതെല്ലാമാണ് ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ശക്തമാകാനുള്ള കാരണമായിട്ട് വിലയിരുത്തുന്നത്. ഇപ്പൊ സമീപകാലത്ത് വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഓസ്ട്രേലിയയിലാണ് ഏറ്റവും തീവ്രമായിട്ട് ഈ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭം നടക്കുന്നത്. അതിന്റെ കാരണവും നമുക്കറിയാം. കാര്യം കഴിഞ്ഞ ദിവസമാണ് അവിടെ ബോണ്ടി കടപ്പുറത്ത് ഒരു വെടിവെപ്പ് നടന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രക്ഷോഭം, കൃത്യം പറഞ്ഞു കഴിഞ്ഞാല് മെൽബണില് അതേപോലെ തന്നെ സിഡ്നിയിലുമൊക്കെ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ, ഈ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് വിവരം. അതേപോലെ UK ബ്രിസ്റ്റോള്, ലിവർപൂള്, മാഞ്ചസ്റ്റർ, ഗ്ലാസ്ഗോ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ കഴിഞ്ഞ സെപ്റ്റംബറിൽ വലിയ രീതിയിലുള്ള കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ നടന്നു എന്നുള്ളതാണ്. അപ്പൊ ഇനി ഈ പ്രക്ഷോഭങ്ങൾ അത് ബോധപൂർവമായി സംഘടിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാര്യം ഇതെല്ലാം വലിയൊരു സമൂഹത്തിന്റെ ജനപിന്തുണ നേടിയെടുക്കാനുള്ള ഒരു തന്ത്രമായിട്ട് ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ നേതാക്കളും കരുതുന്നു എന്നുള്ളതാണ് മറ്റൊരു സൂചന. അപ്പൊ ഇത് പ്രകാരം ഒരു വലിയൊരു ജനസമൂഹത്തെ അവരുടെ ആശങ്കയെ മുതലെടുത്തുകൊണ്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനായിട്ട് പല രാജ്യങ്ങളിലെയും തീവ്ര വലതുപക്ഷ അല്ലെങ്കിൽ തീവ്ര ദേശീയ സ്വഭാവമുള്ള നേതാക്കൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ശ്രമിക്കുന്നു. ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അതിന്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ്. അപ്പൊ ഇത്തരത്തിൽ ഉള്ള ആളുകൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സമീപകാല ലോക രാഷ്ട്രീയ ക്രമത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു. അവർ വലിയ രീതിയിൽ ജനപിന്തുണ നേടുന്നു. അതും ഈ പറയുന്ന കുടിയേറ്റ വിരുദ്ധ മുസ്ലിം വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് വഴി തുറക്കുന്നു എന്നുള്ളതാണ് ഈ പുതിയ സംഭവ വികാസങ്ങൾ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്.